Hi all, welcome to Learnino. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രാൻസിസ്റ്റർ എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് ബേസ് ചെയ്തിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് MCQs ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, which of the following is not related to BJT? കളക്ടർ, എമിറ്റർ, ബേസ് ആൻഡ് ഡ്രെയിൻ. ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് BJT എന്ന് പറഞ്ഞാൽ അറിയാം, ഒരു 3 ടെർമിനൽ 2 ജംഗ്ഷൻ ഡിവൈസ് ആണ്. അതിന് മെയിനായിട്ട് 3 ടെർമിനൽസ് ആണ് ഉള്ളത്, കളക്ടർ, എമിറ്റർ ആൻഡ് ബേസ് അല്ലേ. അപ്പോൾ ഒരു കോമൺ ആയിട്ട് നമ്മൾ പറയുവാണെങ്കിൽ ആദ്യം എമിറ്റർ, ദെൻ ബേസ്, ദെൻ കളക്ടർ. എമിറ്ററിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ദെൻ ബേസ് വഴി കളക്ടറിലേക്കാണ് നമുക്ക് കാരിയേഴ്സ് പാസ് ചെയ്യുന്നത് അല്ലേ. സോ 3 ടെർമിനൽസ് ആണ് ഉള്ളത്. അപ്പം ഓപ്ഷൻ എയും ബിയും സിയും BJTയുടെ തന്നെ ടെർമിനൽസ് ആണ്. അതേസമയം ഡി എന്ന് പറയുന്നതാണ് കൂട്ടത്തിലല്ലാത്തത്. സോ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഡ്രെയിൻ ആണ്. ഓക്കെ, കളക്ടറും എമിറ്ററും ബേസും റിലേറ്റഡ് ടു BJT ആണ്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഒരു പ്രോബ്ലം ആണ്. ക്വസ്റ്റ്യൻ നോക്കാം. ഫോർ എ ട്രാൻസിസ്റ്റർ beta is equal to 50, current gain 50 ആണ്. The voltage drop across 1 kilo ohm resistor which is connected in the collector circuit 1 volt and VBB is equal to 0.7 volt. Find the base current for common emitter configuration. സോ നമ്മളോട് ബേസ് കറണ്ട് ആണ് ചോദിച്ചേക്കുന്നത്. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ബേസ് കറണ്ട് ഇവിടെ നിന്ന് കിട്ടത്തില്ല, കാരണം നമുക്കിവിടെ തന്നിട്ടുള്ളത് ബീറ്റ വാല്യൂ ആണ്. ബീറ്റ എന്ന് പറഞ്ഞാൽ IC ഡിവൈഡഡ് ബൈ IB ആണ്, കളക്ടർ കറണ്ടിൻ്റെയും ബേസ് കറണ്ടിൻ്റെയും കൂടെ റേഷ്യോ. ബിക്കോസ് ഇത് കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ആണ്. ഇവിടെ ഇൻപുട്ട് എന്ന് പറയുന്നത് ബേസും ഔട്ട്പുട്ട് എന്ന് പറയുന്നത് കളക്ടറിൽ നിന്നുമാണ് എടുക്കുന്നത് അല്ലേ. സോ ഔട്ട്പുട്ട് കറണ്ട് ഡിവൈഡഡ് ബൈ ഇൻപുട്ട് കറണ്ട് ബീറ്റ വാല്യൂ, IC ഡിവൈഡ് ബൈ IB ബീറ്റ വാല്യൂ ആണ്. പിന്നെ തന്നിട്ടുള്ളത് വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് 1 കിലോ ഓം റെസിസ്റ്റർ വിച്ച് ഇസ് കണക്റ്റഡ് ഇൻ ദ കളക്ടർ സർക്യൂട്ട് 1 വോൾട്ട് എന്ന് പറയുന്നുണ്ട്. സോ കളക്ടർ വോൾട്ടേജും ഉണ്ട്, കളക്ടറിലുള്ള റെസിസ്റ്റൻസും തന്നിട്ടുണ്ട് 1 കിലോ ഓം. സോ RCയും VCയും തന്നിട്ടുള്ള സ്ഥിതിക്ക് ഓംസ് ലോ പ്രകാരം I is equal to V by R വെച്ചിട്ട് നമുക്ക് കളക്ടർ കറണ്ട് കിട്ടും അല്ലേ. 1 വോൾട്ട് ഡിവൈഡഡ് ബൈ 1 കിലോ ഓം. കിലോ മീൻസ് 10⁻³ ആണ്. ഓക്കെ, ഡിനോമിനേറ്ററിൽ 10⁻3, ന്യൂമറേറ്ററിലേക്ക് വന്നു കഴിയുമ്പോൾ 10⁻³ ആവും. ഓക്കെ, സോ കളക്ടർ കറണ്ട് നമുക്ക് 1 × 10⁻³ ആംപിയർ അല്ലെങ്കിൽ 1 മില്ലി ആംപിയർ എന്ന് കിട്ടും. അത് കളക്ടർ കറണ്ട് ആണ്. ഓപ്ഷൻ എയിൽ കിടപ്പുണ്ട്, പക്ഷെ അത് കളക്ടർ കറണ്ട് ആണ്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ബേസ് കറണ്ട് ആണ്. നമുക്കറിയാം ബീറ്റ ഇസ് ഈക്വൽ ടു IC ബൈ IB ആണ്. സോ IB ഇസ് ഈക്വൽ ടു ബേസ് കറണ്ട് ഇസ് ഈക്വൽ ടു കളക്ടർ കറണ്ട് ഡിവൈഡഡ് ബൈ വോൾട്ടേജ് ഗെയിൻ. സോ 1 മില്ലി ആംപിയർ ഡിവൈഡ് ബൈ 50, 1/50 ചെയ്യുക, 10⁻³ ഉണ്ട്, ഒന്ന് അറേഞ്ച് ചെയ്യുക. സോ നമുക്ക് 20 × 10⁻³ എന്ന ആൻസർ കിട്ടും. ദാറ്റ് ഈസ് 20 മൈക്രോ ആംപിയർ. ഓക്കെ, അത് കറക്റ്റ് ആയിട്ട് യൂണിറ്റ് നോക്കണം വാല്യൂ. ബിക്കോസ് ഓപ്ഷൻ B, C, D 20 മൈക്രോ ആംപിയർ, 2 മൈക്രോ ആംപിയർ, 200 മൈക്രോ ആംപിയർ എന്നാണ് കിട്ടുക. സോ നമുക്ക് യൂണിറ്റ് ഈക്വൽ സെയിം ആക്കുക, അറേഞ്ച് ചെയ്യുക, തന്നിരിക്കുന്ന രീതിയിലേക്ക് മാറ്റുക. 20 ആണെങ്കിൽ 20 × 10⁻6 എന്ന് കിട്ടും. സോ 20 മൈക്രോ ആംപിയർ എന്നുള്ളതാണ് റൈറ്റ് ആൻസർ. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ റീസൺ വൈ എ കോമൺ കളക്ടർ ഈസ് യൂസ്ഡ് ഫോർ ഇംപിഡൻസ് മാച്ചിങ്? അപ്പോൾ മെയിനായിട്ട് 3 കോൺഫിഗറേഷൻ ആണ് നമുക്ക് ഇതിനുള്ളത്, ട്രാൻസിസ്റ്ററിനുള്ളത്. കോമൺ ബേസ്, കോമൺ എമിറ്റർ, കോമൺ കളക്ടർ. നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന ആംപ്ലിഫിക്കേഷൻ ഒക്കെ യൂസ് ചെയ്യുന്നത് കോമൺ എമിറ്റർ കോൺഫിഗറേഷനും കോമൺ കളക്ടർ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇംപിഡൻസ് മാച്ചിങ്ങിന് വേണ്ടിയിട്ടാണ്. അതതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് കോമൺ കളക്ടർ കോൺഫിഗറേഷൻ്റെ ഇൻപുട്ട് ഇംപിഡൻസ് വളരെ കൂടുതലും ഔട്ട്പുട്ട് ഇംപിഡൻസ് വളരെ കുറവാണ്. സത്യം പറഞ്ഞാൽ അത് രണ്ടും ഓപ്ഷനിൽ കിടപ്പുണ്ടല്ലേ. സോ ഇതിനകത്തും നമുക്ക് ഇറ്റ്സ് ഔട്ട്പുട്ട് ഇംപിഡൻസ് ഇസ് വെരി ലോ ആൻഡ് ഇറ്റ്സ് ഇൻപുട്ട് ഇംപിഡൻസ് ഇസ് വെരി ഹൈ. രണ്ടും ശരിയാണ്. അത് രണ്ടും കൊണ്ടാണ് നമ്മൾ കോമൺ കളക്ടർ എന്ന് പറയുന്ന ഇംപിഡൻസ് മാച്ചിങ്ങിന് യൂസ് ചെയ്യുന്നത്. ഇവിടെ രണ്ടും വന്ന സ്ഥിതിക്ക് നമ്മൾ അതിൽ ഇൻപുട്ട് ഇംപിഡൻസ് ഇസ് വെരി ഹൈ എന്നുള്ളത് ചൂസ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഓക്കെ, സോ ഇവിടെ ഓപ്ഷൻ C ഇൻപുട്ട് ഇംപിഡൻസ് ഇസ് വെരി ഹൈ. നമുക്ക് അങ്ങനെ കൺഫ്യൂസിങ് ആയിട്ട് ഓപ്ഷൻ തരത്തില്ല, തരികയാണെങ്കിൽ രണ്ടും തരും. ഓക്കെ, സോ കോമൺ കളക്ടർ കോൺഫിഗറേഷൻ്റെ ഇൻപുട്ട് ഇംപിഡൻസ് വളരെ കൂടുതലായതുകൊണ്ടാണത് ഇംപിഡൻസ് മാച്ചിങ്ങിന് യൂസ് ചെയ്യുന്നത്. സോ നമ്മൾ മെയിനായിട്ട് പഠിച്ചിരിക്കേണ്ടത് ഈ 3 കോൺഫിഗറേഷൻ്റെയും പ്രോപ്പർട്ടീസ്. സോ ഇൻപുട്ട് റെസിസ്റ്റൻസ് ഓഫ് കോമൺ ബേസിസ് വെരി ലോ ആയിരിക്കും, കോമൺ എമിറ്റർ ലോ ആണ്, കോമൺ കളക്ടർ വെരി ഹൈ ആണ്. ഇൻപുട്ട് ഇംപിഡൻസ് അല്ലെങ്കിൽ ഇൻപുട്ട് റെസിസ്റ്റൻസ്. ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് കോമൺ ബേസിലാണ് വെരി ഹൈ, കോമൺ എമിറ്ററിൽ ഹൈ ആണ്, കോമൺ കളക്ടറിൽ ലോ ആണ്. കറണ്ട് ഗെയിൻ ഓൾസോ കോമൺ ബേസിൽ ലെസ് ദാൻ യൂണിറ്റി, കോമൺ എമിറ്ററിലും കോമൺ കളക്ടറിലും അത് ഹൈ ആണ് കറണ്ട് ഗെയിൻ എന്ന് പറയുന്നത്.
അതേസമയം വോൾട്ടേജ് ഗെയിൻ കോമൺ ബേസിൽ വളരെ കുറവാണ്, കോമൺ എമിറ്ററിൽ ഹൈ ആണ്, കോമൺ കളക്ടറിലും വളരെ കുറവാണ്, ലെസ് ദാൻ യൂണിറ്റി ആണ്. ഫേസ് ഷിഫ്റ്റ് കോമൺ ബേസിലും കോമൺ കളക്ടറിലും 0 ഡിഗ്രി ആണ്. അതേസമയം കോമൺ എമിറ്ററിൽ നമുക്ക് 180 ഡിഗ്രി ഷിഫ്റ്റ് ചെയ്തിട്ടാണ് ഔട്ട്പുട്ട് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം കറണ്ട് ഗെയിനും വോൾട്ടേജ് ഗെയിനും കൂടുതൽ ആർക്കാണ്? കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ആണ് നോർമൽ കേസുകളിലെല്ലാം. കോമൺ കളക്ടർ നമ്മൾ ഇംപിഡൻസ് മാച്ചിങ്ങിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, കോമൺ കളക്ടറിൻ്റെ കോൺഫിഗറേഷനിൽ ബേസ് ഇൻപുട്ടും എമിറ്ററിലാണ് ഔട്ട്പുട്ട് എടുക്കുന്നത്. അതിന് ഹൈ ഇൻപുട്ട് ഇംപിഡൻസും ലോ ഔട്ട്പുട്ട് ഇംപിഡൻസും ആയിരിക്കും. ഫോർത്ത് ക്വസ്റ്റ്യൻ, എ ട്രാൻസിസ്റ്റർ ഹാസ് എ ടിപ്പിക്കൽ വാല്യൂ ഓഫ് ബീറ്റ. ബീറ്റ വാല്യൂ തന്നിട്ടുണ്ട്. കളക്ടർ കറണ്ട് 15 മില്ലി ആംപിയർ, ദെൻ ബേസ് കറണ്ട് ആണ് ചോദിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ തന്നെ കണ്ടതാണ്. കറണ്ട് ഗെയിൻ ബീറ്റ വാല്യൂ എന്ന് പറയുന്നത് IC ഡിവൈഡഡ് ബൈ IB ആണ്, കളക്ടർ കറണ്ട് ഡിവൈഡ് ബൈ ബേസ് കറണ്ട്. സോ ഇവിടെ കളക്ടർ കറണ്ടും തന്നിട്ടുണ്ട്, ബീറ്റ വാല്യൂ തന്നിട്ടുണ്ട്. ബേസ് കറണ്ട് കണ്ടുപിടിക്കണം. IC ഡിവൈഡഡ് ബൈ ബീറ്റ, 15 മില്ലി ആംപിയർ ഡിവൈഡഡ് ബൈ 200. 15 ബൈ 200 ചെയ്യുമ്പോൾ 0.075 കിട്ടും. സോ മില്ലി ആംപിയർ ആണ് യൂണിറ്റ്. 0.075 മില്ലി ആംപിയർ എന്നുള്ളതാണ് റൈറ്റ് ആൻസർ. ഓക്കെ, സോ യൂണിറ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. കാൽക്കുലേഷൻ പാർട്ടിൽ മില്ലി മൈക്രോ, സോ യൂണിറ്റ് ആണ് ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ 15 ഡിവൈഡ് ബൈ 200 ചെയ്യുമ്പോൾ നമുക്ക് 0.075 കിട്ടും. മില്ലി ആംപിയർ എന്ന് യൂണിറ്റ് ഇടുക. കറക്റ്റ് ആൻസർ അപ്പോൾ കിട്ടും 0.075 മില്ലി ആംപിയർ. എ ട്രാൻസിസ്റ്റർ ഹാസ് ഡാഷ് PN ജംഗ്ഷൻസ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ട്രാൻസിസ്റ്റർ എന്ന് പറയുന്ന ഒരു 3 ടെർമിനൽ ഡിവൈസ് ആണ്. അതിന് 3 ടെർമിനൽസ് ഉണ്ട്, ബേസ്, എമിറ്റർ, കളക്ടർ. അതുപോലെ തന്നെ 2 ജംഗ്ഷൻസും ആണ് ഉള്ളത്. ഇപ്പോൾ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ആണെങ്കിൽ എമിറ്റർ, അല്ലെങ്കിൽ നമുക്ക് എമിറ്റർ ബേസ് കളക്ടർ അല്ലേ. സോ എമിറ്റർ ബേസ് ജംഗ്ഷനും ഉണ്ട്, ബേസ് കളക്ടർ ജംഗ്ഷനും ഉണ്ട്. നമുക്ക് 2 ജംഗ്ഷൻസ് ആണുള്ളത്. ഒരു ജംഗ്ഷനിൽ നമ്മൾ ഇൻപുട്ടും അപ്ലൈ ചെയ്യും, ഒരു ജംഗ്ഷനിലാണ് നമ്മൾ ഔട്ട്പുട്ടും എടുക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ 2 കോൺഫിഗറേഷൻസും ആണ് അതിനുള്ളത്. NPN ഉണ്ട്, PNP ട്രാൻസിസ്റ്ററും ഉണ്ട്. അതിൽ എമിറ്റർ ദെൻ ബേസ് ദെൻ കളക്ടർ, അങ്ങനെയാണ് സാധാ ഒരു BJT ട്രാൻസിസ്റ്ററിന്റെ റീജിയൻസ് എന്ന് പറയുന്നത്. എമിറ്റർ വഴിയാണ് ഇൻപുട്ട് സപ്ലൈ അല്ലെ, കാരിയർ പ്രൊവൈഡ് ചെയ്യുന്നത് എമിറ്റർ ആണ്. അതുകൊണ്ട് തന്നെ എമിറ്റർ എന്ന് പറയുന്നത് ഹെവിലി ഡോപ്ഡ് ആയിരിക്കും. ബേസ് റീജിയൻ എന്ന് പറയുന്നത് തിന്നാണ്, അത് ജസ്റ്റ് ഒരു സാൻഡ്വിച്ച് ആയിട്ട് എമിറ്ററിനും കളക്ടറിനും ഇടയിൽ ഇരിക്കുന്നതാണ്, ഒരു പാസ് ചെയ്യുന്ന ചാനൽ പോലെ. അതുവഴി കാരിയേഴ്സ് എല്ലാം കൂടെ കളക്ടറിലേക്ക് പോകുന്നു. സോ കളക്ടറിന്റെ ഏരിയ എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും, കാരണം കാരിയേഴ്സിനെ എല്ലാം കളക്ട് ചെയ്യുന്നത് ആരാണ്? കളക്ടർ അല്ലേ. സോ ഡോപ്പിംഗ് കൂടുതൽ എമിറ്ററിനായിരിക്കും, സൈസ് കൂടുതൽ കളക്ടറിനും ആയിരിക്കും. 2 ജംഗ്ഷൻസ് ആണുള്ളത്, എമിറ്റർ ബേസും അതുപോലെ തന്നെ ബേസ് കളക്ടർ. 2 ജംഗ്ഷൻസ് ആണുള്ളത്, ഇൻപുട്ടും ഔട്ട്പുട്ടും. സോ 6th ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ അപ്രോക്സിമേറ്റ് വാല്യൂ ഓഫ് സാച്ചുറേഷൻ കറണ്ട് ഇൻ ദ ഗിവൺ സർക്യൂട്ട്? ഒരു സർക്യൂട്ട് കാണിച്ചിട്ടുണ്ട്. അവിടെ ഒരു സപ്ലൈ വോൾട്ടേജ് ഉണ്ട് 28 വോൾട്ട്. അത് 1 കിലോ ഓം റെസിസ്റ്റൻസ് വഴി നമ്മൾ കളക്ടറിലേക്ക് കൊടുത്തിരിക്കുകയാണ്. ദെൻ ബേസിൽ ഒരു 1 കിലോ ഓം റെസിസ്റ്റൻസ് ഉണ്ട്, എമിറ്ററും ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ബേസിനും എമിറ്ററിനും ഇടയിൽ 5 വോൾട്ട് കാണിച്ചിട്ടുണ്ട്. 5 വോൾട്ട് സ്ക്വയർ വേവ് ആണ് കാണിച്ചിരിക്കുന്നത് അല്ലേ. സോ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കളക്ടറിന്റെ സാച്ചുറേറ്റഡ് വാല്യൂ ആണ്, കളക്ടർ കറണ്ടിന്റെ സാച്ചുറേറ്റഡ് വാല്യൂ ആണ്, സാച്ചുറേഷൻ കറണ്ട് ആണ്. സാച്ചുറേഷനിൽ കളക്ടർ എമിറ്റർ വോൾട്ടേജ് എന്ന് പറയുന്നത് നിയർലി 0 ആയിരിക്കും. കളക്ടർ എമിറ്റർ ജംഗ്ഷൻ വോൾട്ടേജ് എന്ന് പറയുന്നത് നിയർലി 0 ആയിരിക്കും ഇൻ സാച്ചുറേഷൻ റീജിയനിൽ. സോ അതുകൊണ്ട് തന്നെ കളക്ടർ കറണ്ട് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? അവിടെ കളക്ടർ എമിറ്റർ വോൾട്ടേജ് 0 ആണ്. സോ നമ്മൾ സപ്ലൈ വോൾട്ടേജ് എടുക്കുക, കളക്ടറിന്റെ റെസിസ്റ്റൻസ് RC തന്നിട്ടുണ്ട്. സോ കളക്ടർ കറണ്ട് അല്ലെങ്കിൽ സാച്ചുറേറ്റഡ് കളക്ടർ കറണ്ട് ഇസ് ഈക്വൽ ടു സപ്ലൈ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ കളക്ടറിന് അക്രോസ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആണ്. ഇവിടെ 28 വോൾട്ട് ആണ് സപ്ലൈ വോൾട്ടേജ്, റെസിസ്റ്റൻസ് 1 കിലോ ഓം, 1 × 10⁻³ ആണ്. സോ നമുക്ക് ചെയ്യുമ്പോൾ 28 × 10⁻³ എന്ന് കിട്ടും, അതായത് 28 മില്ലി ആംപിയർ എന്ന് പറയുന്നതാണ് റൈറ്റ് ആൻസർ. ഓക്കെ, സോ സാച്ചുറേഷനിൽ കോമൺ എമിറ്റർ വോൾട്ടേജ്, അപ്പോൾ നമ്മൾ VCE വോൾട്ടേജ് എടുക്കേണ്ട ആവശ്യമില്ല. സപ്ലൈ വോൾട്ടേജും സപ്ലൈ വോൾട്ടേജ് നമ്മൾ
28 വോൾട്ടേജ് നമ്മൾ കളക്ടറിലാണ് കൊടുക്കുന്നത്. അവിടുത്തെ റെസിസ്റ്റൻസ് 1 കിലോ ഓം തന്നിട്ടുണ്ട്. സോ വോൾട്ടേജ് ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ് ചെയ്യുക, സാച്ചുറേറ്റഡ് കറണ്ട് കിട്ടും. ആൻസർ 28 മില്ലി ആംപിയർ. പ്രോപ്പർട്ടീസ് എല്ലാം നിങ്ങളൊന്ന് നോക്കി വെക്കണം, കാൽക്കുലേഷൻസും അതുപോലെ തന്നെ. സോ 3 റീജിയൻസ് ആണ് മെയിൻ ആയിട്ടുള്ളത് ട്രാൻസിസ്റ്ററിന്: ആക്റ്റീവ്, കട്ട് ഓഫ്, സാച്ചുറേഷൻ. അതിൽ ആക്റ്റീവ് റീജിയനിലാണ് ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ ആയിട്ട് ആക്ട് ചെയ്യുന്നത് അല്ലേ. ആക്റ്റീവ് റീജിയൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ എമിറ്റർ ജംഗ്ഷൻ ഫോർവേഡ് ബയാസും കളക്ടർ ജംഗ്ഷൻ റിവേഴ്സ് ബയാസും ആയിരിക്കും. ഓക്കെ, ആ ഒരു റീജിയനിലാണ് നമ്മൾ ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അവിടെയാണ് നമുക്ക് ബീറ്റ വാല്യൂ കിട്ടുക IC ഡിവൈഡ് ബൈ IB. കളക്ടർ കറണ്ട് കൂടുതലും ബേസ് കറണ്ട് വളരെ കുറവും ആയതുകൊണ്ട് ബീറ്റ എന്ന് പറയുന്നത് ഹൈ ടൈംസ് ആയിരിക്കും, വളരെ വലിയൊരു വാല്യൂ ആയിരിക്കും. IC ഡിവൈഡഡ് ബൈ IB അല്ലേ. ദെൻ രണ്ടാമത്തെ റീജിയൻ ആണ് കട്ട് ഓഫ് റീജിയൻ. ഇവിടെയാണ് ട്രാൻസിസ്റ്റർ ഒരു സ്വിച്ച് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത് അല്ലേ. സാച്ചുറേഷൻ റീജിയനിൽ അതൊരു ക്ലോസ്ഡ് സ്വിച്ച് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. കട്ട് ഓഫ് റീജിയനിൽ ഒരു ഓപ്പൺ സ്വിച്ച് ആയിട്ടും സാച്ചുറേഷൻ റീജിയനിൽ ക്ലോസ്ഡ് സ്വിച്ച് ആയിട്ടും ആക്റ്റീവ് റീജിയനിൽ ഒരു ആംപ്ലിഫയർ ആയിട്ടുമാണ് ട്രാൻസിസ്റ്റർ ആക്ട് ചെയ്യുന്നത്. ഓക്കെ, so 7th question, in a bipolar transistor alpha value ഉണ്ട്, ബീറ്റ വാല്യൂ ഉണ്ട്, ഗാമ വാല്യൂ ഉണ്ട്. ആൽഫ എന്ന് പറയുന്നത് എന്താണ്? ബീറ്റ ഇപ്പം നമ്മൾ കണ്ടു IC ഡിവൈഡ് ബൈ IB ആണ്. അതുപോലെ തന്നെ ആൽഫ ഇസ് ദ റേഷ്യോ ഓഫ് കളക്ടർ കറണ്ട് ടു എമിറ്റർ കറണ്ട് ആണ്. ഓക്കെ, IC ഡിവൈഡ് ബൈ IE എന്ന് പറയുന്നതാണ് ആൽഫ വാല്യൂ. ഇപ്പം 3 എണ്ണം ഉണ്ട്. 3 കറണ്ട് റേഷ്യോസ് ആണുള്ളത്. കോമൺ ബേസ് കറണ്ട് ഗെയിൻ ഉണ്ട്, അത് ആൽഫയാണ്. IC ഡിവൈഡഡ് ബൈ IE. ഓക്കെ, കോമൺ ബേസിലാണ് ആൽഫ എന്ന് ആലോചിച്ചാൽ മതി. അപ്പം ബേസ് കോമൺ ആണ്. ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ കളക്ടർ കറണ്ട് ആവും, ഇൻപുട്ട് എന്ന് പറയുന്നത് എമിറ്റർ ആയില്ലേ. സോ IC ഡിവൈഡ് ബൈ IE. കോമൺ എമിറ്റർ, നമ്മുടെ കോമൺ ആയിട്ടുള്ള കോൺഫിഗറേഷൻ ഏതാണ്? കോമൺ എമിറ്റർ. കോമൺ എമിറ്ററിൽ ഇൻപുട്ട് ബേസ് കറണ്ട് ആണ്, ഔട്ട്പുട്ട് എന്ന് പറയുന്നത് കളക്ടർ കറണ്ട് ആണ്. സോ ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ ഇൻപുട്ട് എടുക്കുക, IC ബൈ IB എടുക്കുക, ബീറ്റ ആയി. കോമൺ കളക്ടറിലെ കറണ്ട് ഗെയിൻ ആണ് ഗാമ എന്ന് പറയുന്നത്. അവിടെ ഇൻപുട്ട് ബേസും ഔട്ട്പുട്ട് എമിറ്ററും ആണ്, കളക്ടർ കോമൺ ആണ്. സോ ഗാമ എന്ന് പറയുന്നത് IE ഡിവൈഡഡ് ബൈ IB ആണ്. അതുപോലെ തന്നെ ഗാമ വാല്യൂ ഇസ് ഈക്വൽ ടു ആൽഫ പ്ലസ് ബീറ്റ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും പോയിന്റ്സ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. 8th question, the correct relation between alpha എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കണ്ടു കളക്ടർ കറണ്ട് ടു എമിറ്റർ കറണ്ട് ആണ്. അതുപോലെ തന്നെ ബീറ്റ എന്ന് പറഞ്ഞാൽ കളക്ടർ കറണ്ട് ടു ബേസ് കറണ്ട് ആണ്. അത് തമ്മിലുള്ള ആൽഫയും ബീറ്റയും തമ്മിലുള്ള റിലേഷൻ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. സോ നമുക്ക് ആൽഫ എന്താണ് ബീറ്റ എന്താണെന്ന് അറിയാം. അത് തമ്മിലുള്ള റിലേഷൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു കാര്യം കൂടെ അറിയണം. നമ്മൾ എമിറ്ററിൽ നിന്നാണ് ക്യാരിയേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്, എമിറ്റർ ആണ്. ബേസ് വഴി അതെല്ലാം കൂടെ കളക്ടറിൽ കളക്ട് ചെയ്തപ്പെടുന്നു. സോ എമിറ്ററിന്റെ കറണ്ട് ആണ് ഏറ്റവും കൂടുതൽ. IE എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു IB പ്ലസ് IC ആണ്. വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. IE ഇസ് ഈക്വൽ ടു IB പ്ലസ് IC. ഇപ്പം ഇവിടെ നമ്മൾ എല്ലാ ടേംസിനെയും IC കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ IE ഡിവൈഡ് ബൈ IC, IB ഡിവൈഡ് ബൈ IC, then IC ബൈ IC 1 ആവും. IE ബൈ IC എന്ന് പറഞ്ഞാൽ എന്താണ്? IC ബൈ IE എന്ന് പറയുന്നത് ആൽഫയാണ്. സോ IE ഡിവൈഡ് ബൈ IC എന്ന് പറഞ്ഞാൽ 1 ബൈ ആൽഫയായി. IC ബൈ IB എന്ന് പറയുന്നത് ബീറ്റയാണ്. സോ IB ബൈ IC എന്ന് പറയുന്നത് 1 ബൈ ബീറ്റ ആയി, ദെൻ പ്ലസ് 1. സോ ഇത് അറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ആൽഫ ഇസ് ഈക്വൽ ടു ബീറ്റ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ബീറ്റ എന്ന് ഫൈനൽ ആൻസർ കിട്ടും. അതിനകത്ത് തന്നെ തിരിച്ച് നമുക്ക് ബീറ്റ ഇൻ ടേംസ് ഓഫ് ആൽഫയും എഴുതാം. ഓക്കെ, സോ ഇവിടെ കറക്റ്റ് ആൻസർ ആൽഫ ഇസ് ഈക്വൽ ടു ബീറ്റ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ബീറ്റ. ഓപ്ഷൻ എവിടെയാണുള്ളത്? ഓപ്ഷൻ D ആണുള്ളത്. ഓപ്ഷൻ D ആണുള്ളത്. Correct answer alpha is equal to beta divided by 1 plus beta. So 9th question, in a common emitter transistor amplifier circuit, beta value 100 ആണ്. Input resistance 1 kilo ohm, output resistance 10 kilo ohm, voltage gain ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ബീറ്റ വാല്യൂ തന്നിട്ടുണ്ട്, ഇൻപുട്ട് റെസിസ്റ്റൻസും ഔട്ട്പുട്ട് റെസിസ്റ്റൻസും തന്നിട്ടുണ്ട്. വോൾട്ടേജ് ഗെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഔട്ട്പുട്ട് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ഇൻപുട്ട് വോൾട്ടേജ് ആണ്. ഗെയിൻ എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് ആണ്. വോൾട്ടേജ് ഗെയിൻ ഇസ് ഈക്വൽ ടു ഔട്ട്പുട്ട് വോൾട്ടേജ് ഡിവൈഡ് ബൈ ഇൻപുട്ട് വോൾട്ടേജ്. അപ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് കറണ്ട് ഇൻറ്റു ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ഇൻപുട്ട് കറണ്ട് ഇൻറ്റു ഇൻപുട്ട് റെസിസ്റ്റൻസ്. ഇത് കോമൺ എമിറ്റർ ആംപ്ലിഫയർ ആണ്. സോ ഇവിടെ ഔട്ട്പുട്ട് കറണ്ട് എന്ന് പറയുന്നത് എന്താണ്? IC ആണ്. ഇൻപുട്ട് കറണ്ട് എന്ന് പറഞ്ഞാൽ IB ആണ്. എമിറ്റർ കോമൺ ആണ്. IC ബൈ IB എന്ന് പറയുന്നത് എന്താണ്? ബീറ്റയാണ്. നമ്മൾ ഇത്രയും നേരം കണ്ടു. സോ ഇക്വേഷൻ എങ്ങനെ മാറും?
ഔട്ട്പുട്ട് ഗെയിൻ ഇസ് ഈക്വൽ ടു ബീറ്റ ഇൻറ്റു റെസിസ്റ്റൻസിൻ്റെ റേഷ്യോ, ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ബൈ ഇൻപുട്ട് റെസിസ്റ്റൻസ്. ഇവിടെ ബീറ്റ വാല്യൂ തന്നിട്ടുണ്ട്, ഔട്ട്പുട്ട് റെസിസ്റ്റൻസും ഇൻപുട്ട് റെസിസ്റ്റൻസും തന്നിട്ടുണ്ട്. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. രണ്ടും കിലോ ഓമിലാണ് തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ ആ 10⁻³ വാല്യൂ ക്യാൻസൽ ആയി പോകും. ന്യൂമറേറ്ററിൽ ഒരു 10 വരും. ദെൻ ബീറ്റ വാല്യൂ 100 ആണുള്ളത്. ഔട്ട്പുട്ട് ഗെയിൻ ഇസ് ഈക്വൽ ടു 100 × 10, അതായത് 1000 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ വോൾട്ടേജ് ഗെയിൻ മീൻസ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഡിവൈഡ് ബൈ ഇൻപുട്ട് വോൾട്ടേജ്. ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് കറണ്ട് ആയ IC ഇൻറ്റു ഔട്ട്പുട്ട് റെസിസ്റ്റൻസ്. താഴെ ഇൻപുട്ട് കറണ്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് ഇൻപുട്ട് കറണ്ടായ IB ഇൻറ്റു ഇൻപുട്ട് റെസിസ്റ്റൻസ്. അവിടെ IC/IB എന്ന് പറയുന്നതാണ് ബീറ്റ എന്നുള്ള കാര്യം ആലോചിക്കണം. ബീറ്റയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. റെസിസ്റ്റൻസിൻ്റെ വാല്യൂസ് തന്നിട്ടുണ്ട്. സോ ഫൈനൽ ആൻസർ ഈസ് 1000 എന്ന് വരും. വോൾട്ടേജ് ഗെയിൻ ആണ്, യൂണിറ്റ് ഇല്ലല്ലോ. സോ 1000 ഈസ് ദ റൈറ്റ് ആൻസർ. സോ ആൽഫ, ബീറ്റ, ഗാമ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ഷുവറായിട്ട് പ്രതീക്ഷിക്കാം കേട്ടോ. അപ്പോൾ അത് മൂന്നും ഒന്ന് നോക്കി വെച്ചേക്കാം. എന്തിൻ്റെ റേഷ്യോ ആണ് ആൽഫ, എന്തിൻ്റെ റേഷ്യോ ആണ് ബീറ്റ, എന്തിൻ്റെ റേഷ്യോ ആണ് ഗാമ. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം, ഇമ്പോർട്ടൻ്റ് ആണ്. Next question, in a transistor the dash is moderately dropped and largest in size. അപ്പോൾ ഓരോന്നിൻ്റെ ഇപ്പോൾ എമിറ്റർ ഉണ്ട്, ബേസ് ഉണ്ട്, കളക്ടർ ഉണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ ഉള്ളത് എമിറ്ററിലാണ്. കാരണം നമുക്ക് എമിറ്ററിൽ നിന്നാണ് കാരിയേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം എമിറ്ററാണ് കൂടുതലായിട്ട് ഡോപ്പ് ചെയ്തിരിക്കുന്നത് അറിഞ്ഞിരിക്കുക. ഡോപ്പിംഗ് കോൺസെൻട്രേഷനും മൂന്നിൻ്റെ സൈസും നമ്മൾ അറിഞ്ഞിരിക്കണം. ഏറ്റവും കൂടുതൽ ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ എമിറ്ററിലാണ്, അതിൽ കുറവ് കളക്ടറിനും ഏറ്റവും കുറവ് ബേസിനുമാണ്. അതുപോലെ തന്നെ സൈസ് എന്ന് പറയുന്നത് നമ്മൾ എമിറ്റർ പ്രൊവൈഡ് ചെയ്യുന്ന കാരിയേഴ്സ് എല്ലാം കളക്ട് ചെയ്യുന്നത് എവിടെയാണ്? കളക്ടറിലാണ്. അതുകൊണ്ട് തന്നെ സൈസ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ കളക്ടറിനാണ്. ദെൻ അതിൽ ചെറിയ സൈസ് എമിറ്ററിനും, ഏറ്റവും ചെറുത് ഡോപ്പിംഗ് കോൺസെൻട്രേഷനും സൈസും ഏറ്റവും കുറവ് ബേസാണ്. ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ ഏറ്റവും കൂടുതൽ എമിറ്ററും മോഡറേറ്റ്ലി ഡോപ്ഡ് കളക്ടറുമാണ്. ഇനി സൈസ് വരെ നോക്കുകയാണെങ്കിൽ കളക്ടറിനാണ് ഏറ്റവും വലിയ സൈസ്, അതിലും കുറവാണ് എമിറ്റർ, ഏറ്റവും കുറവാണ് ബേസ് എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഇൻ എ ട്രാൻസിസ്റ്റർ ദ ഡാഷ് ഈസ് മോഡറേറ്റ്ലി ഡോപ്ഡ് ആൻഡ് ലാർജസ്റ്റ് ഇൻ സൈസ്. ലാർജസ്റ്റ് സൈസ് ഏതിനാണ്? കളക്ടറിനാണ്. അതുപോലെ തന്നെ മോഡറേറ്റ്ലി ഡോപ്ഡും കളക്ടറാണ്, ഹൈലി ഡോപ്ഡ് എമിറ്ററാണ്. സോ ഇവിടെ റൈറ്റ് ആൻസർ ഈസ് കളക്ടറാണ്. ഓക്കെ, അപ്പോൾ എമിറ്ററാണ് കാരിയേഴ്സിനെ പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ കൂടുതൽ എമിറ്ററിനായിരിക്കും. മോഡറേറ്റ്ലി ഡോപ്ഡ് കളക്ടറും ഏറ്റവും ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ കുറവ് ബേസും. സൈസ് നോക്കുകയാണെങ്കിൽ നമ്മളെ കാരിയേഴ്സ് എല്ലാം കളക്ട് ചെയ്യുന്നത് കളക്ടർ ആയതുകൊണ്ട് തന്നെ സൈസ് കൂടുതൽ കളക്ടറിക്കും, ദെൻ എമിറ്റർ, ദെൻ ബേസ്. സോ ഇൻ എ ട്രാൻസിസ്റ്റർ ദ ഡാഷ് ഈസ് ഓഫ് മോഡറേറ്റ് സൈസ് ആൻഡ് ഹെവിലി ഡോപ്ഡ്. ഇപ്പം പറയാമല്ലോ, ഹെവിലി ഡോപ്ഡ് ഏതാണ്? എമിറ്റർ ആണ്. സൈസും കളക്ടറിനെ കാട്ടി കുറച്ച് കുറവാണ്. മോഡറേറ്റ് സൈസും എമിറ്റർ തന്നെയാണ്. സോ ഇവിടെ ആൻസർ എമിറ്റർ എന്നുള്ളതാണ്. So next question, when a transistor is used in common emitter configuration, the dash, the output is between base and emitter, input is between base and emitter, input is between collector emitter, output is between base and collector. അപ്പോൾ ഇവിടെ കോമൺ എമിറ്റർ കോൺഫിഗറേഷനിൽ ഇൻപുട്ടിലും ഔട്ട്പുട്ടിലും കോമൺ ഏതാണ്? എമിറ്റർ ആണ്. ഇവിടെ ഇൻപുട്ട് നമ്മുടെ ബേസും ഔട്ട്പുട്ട് കളക്ടറിലുമാണ്. സോ ബേസ് എമിറ്റർ എന്ന് പറയുന്നതാണ് ഇൻപുട്ട്, അതുപോലെ തന്നെ ബേസ് കളക്ടർ എന്ന് പറയുന്നതാണ് ഔട്ട്പുട്ട്. അപ്പോൾ ഇവിടെ ഓപ്ഷനകത്ത് ഓപ്ഷൻ ബി, ഇൻപുട്ട് ഈസ് ബിറ്റ്വീൻ ബേസ് ആൻഡ് എമിറ്റർ, ഔട്ട്പുട്ട് ഈസ് ബിറ്റ്വീൻ ബേസ് ആൻഡ് കളക്ടർ. ഓക്കെ, കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ. ഇനി കോമൺ ബേസ് ആണെങ്കിൽ ഒന്ന് പറഞ്ഞേ, ബേസ് കോമൺ ആണ്, എമിറ്ററിലാണ് ഇൻപുട്ട് കൊടുക്കുന്നത്, കളക്ടറിലാണ് ഔട്ട്പുട്ട്. അപ്പോൾ അവിടെ എമിറ്റർ ബേസ് ആണ് ഇൻപുട്ട്, ബേസ് കളക്ടർ എന്ന് പറയുന്നതാണ് ഔട്ട്പുട്ട്. ഇനി കോമൺ കളക്ടർ ആണെങ്കിൽ ആലോചിച്ചേ, കളക്ടർ കോമൺ ആണ്, ബേസിൽ ഇൻപുട്ട്, എമിറ്ററിൽ ഔട്ട്പുട്ട്. സോ ബേസ് കളക്ടർ എന്ന് പറയുന്നതാണ് ഇൻപുട്ട്, കളക്ടർ എമിറ്റർ എന്ന് പറയുന്നതാണ് ഔട്ട്പുട്ട്. ഓക്കെ, മൂന്ന് കോൺഫിഗറേഷൻസും ഫിഗർ നോക്കി അങ്ങ് പഠിച്ചു വെച്ചാൽ മതി. So 13th question, when the transistor is used in the cutoff or saturation state, it acts as, നമ്മൾ പറഞ്ഞു കട്ട് ഓഫ് അല്ലെങ്കിൽ സാച്ചുറേഷൻ സ്റ്റേറ്റിൽ അതൊരു സ്വിച്ച് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത് അല്ലേ. സോ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, സ്വിച്ച് ആണ്. ആക്റ്റീവ് റീജിയൻ ആണ് അത് ആംപ്ലിഫയർ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ആക്റ്റീവ് റീജിയനിൽ ആംപ്ലിഫയർ ആയിട്ട് ആക്ട് ചെയ്യുന്നു, കട്ട് ഓഫ് ആൻഡ് സാച്ചുറേഷൻ റീജിയനിൽ സ്വിച്ച് ആയിട്ടും ആക്ട് ചെയ്യുന്നു ഒരു ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത്.
Next question, in order to use the transistor as an amplifier, it has to operate in the dash region. Amplifier ആയിട്ട് ആക്ട് ചെയ്യണമെങ്കിൽ ട്രാൻസിസ്റ്റർ ഏത് റീജിയനിൽ നമ്മൾ യൂസ് ചെയ്താൽ പറ്റും? സ്വിച്ച്ഡ് റീജിയൻ, കട്ട് ഓഫ് റീജിയൻ, ആക്റ്റീവ്, സാച്ചുറേഷൻ. 3 റീജിയൻസ് ആണ് മെയിൻ ആയിട്ടുള്ളത്. അതിൽ ആക്റ്റീവ് റീജിയനിലാണ് ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ ആയിട്ട് ആക്ട് ചെയ്യുന്നത് അല്ലേ? സാച്ചുറേഷനും കട്ട് ഓഫ് ആണെങ്കിൽ സ്വിച്ച് ആയിരിക്കും. For a transistor, beta is equal to 100. Find the value of alpha. അപ്പോൾ നമ്മൾ ഓൾറെഡി കണ്ടു എന്താണ് ആൽഫ ഇസ് ഈക്വൽ ടു ബീറ്റ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ബീറ്റ ആണ്. ആൽഫയും ബീറ്റയും കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ എഴുതുക. ആൽഫ വാല്യൂ കണ്ടുപിടിക്കണം. ബീറ്റ തന്നിട്ടുണ്ട്. 100 ഡിവൈഡഡ് ബൈ 101, ആൻസർ 0.99 എന്ന് കിട്ടും. ഒന്നിനെക്കാട്ടിൽ കുറച്ച് അടുത്തുള്ള എന്നാൽ അതിനെക്കാട്ടി ചെറിയ വാല്യൂ ഓപ്ഷനിൽ നിന്ന് നോക്കിയാൽ മതി. അല്ലാതെ ഇത് 100 ഡിവൈഡ് ബൈ 101 നിങ്ങൾ ചെയ്ത് നോക്കാനായിട്ട് നിൽക്കണ്ട. ഊഹമുണ്ടല്ലോ, 100/100 ആകുമ്പോൾ 1 കിട്ടും. അപ്പോൾ 1-നെക്കാട്ടിൽ കുറച്ച് ചെറുതാണ്. 1-നെക്കാട്ടി കുറച്ച് ചെറുത് ഇവിടെ ഏതാണ് ഓപ്ഷനിലുള്ളത്? ഓപ്ഷൻ ബി ആണ്. 0.99 എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ആലോചിക്കുക, ആൽഫ ഇസ് ഈക്വൽ ടു ബീറ്റ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ബീറ്റ. ഓക്കെ, അപ്പോൾ ആൽഫ ബീറ്റ നമ്മൾ കണ്ടു. ആൽഫ ഇസ് ഈക്വൽ ടു ബീറ്റ ബൈ 1 പ്ലസ് ബീറ്റ എന്നുള്ള ഇക്വേഷൻ ഓർത്ത് വെക്കുക. 16th question, if alpha current gain of a transistor is 0.98, alpha value തന്നിട്ടുണ്ട്. What is the value of beta current gain of the transistor? ഇപ്പോൾ ഇവിടെ ആൽഫ ആണ് തന്നിട്ടുള്ളത്, ബീറ്റ കണ്ടുപിടിക്കണം. ഓക്കെ, ഇപ്പം നമുക്ക് ഈ ആൽഫ ഇസ് ഈക്വൽ ടു ബീറ്റ ഡിവൈഡ് ബൈ 1 പ്ലസ് ബീറ്റയ്ക്കകത്തുനിന്ന് ബീറ്റയുടെ ഇക്വേഷൻ കിട്ടും. എന്താണ് ഇതൊന്ന് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ബീറ്റ ഇസ് ഈക്വൽ ടു ആൽഫ ഡിവൈഡ് ബൈ 1 മൈനസ് ആൽഫയാണ്. ഇക്വേഷൻസ് ഓർത്ത് വെക്കുക. ആൽഫ ഇസ് ഈക്വൽ ടു ബീറ്റ ബൈ 1 പ്ലസ് ബീറ്റ. Beta is equal to alpha by 1 minus alpha. Alpha value തന്നിട്ടുണ്ട് 0.98 divided by 1 minus 0.98. So 0.98 divided by 0.2 കിട്ടും. So answer is 49 എന്ന് കിട്ടും. 49 എന്ന് കിട്ടും. So answer 49 ആണ് ഓപ്ഷൻ ബി. ഇക്വേഷൻസ് പഠിച്ചേക്ക് കറക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. 17th question, in a PNP transistor the current carriers are. PNPയിൽ നമ്മുടെ എമിറ്റർ ബേസ് കളക്ടർ. എമിറ്റർ പി ടൈപ്പ് ആയിരിക്കും, ബേസ് എൻ ടൈപ്പ്, കളക്ടർ എന്ന് പറയുന്നത് പി ടൈപ്പ്. അപ്പോൾ ഇവിടെ മെജോറിറ്റി കാരിയേഴ്സ് അല്ലെങ്കിൽ കറണ്ട് കാരിയേഴ്സ് എന്ന് പറയുന്നത് ഹോൾസ് ആണ്. പി എൻ പി ട്രാൻസിസ്റ്ററിൽ കറണ്ട് കാരിയേഴ്സ് എന്ന് പറയുന്നത് ഹോൾസ് ആണ്. എൻ പി എൻ ട്രാൻസിസ്റ്റർ ആണെങ്കിൽ ഇലക്ട്രോൺസ് ആയിരിക്കും ആൻസർ. ഓക്കെ, ഇപ്പോൾ ഇവിടെ ആൻസർ ഹോൾസ് എന്നതാണ്. നെക്സ്റ്റ്, എ ട്രാൻസിസ്റ്റർ ഈസ് ഡാഷ് ഓപ്പറേറ്റർ ഡിവൈസ്. ഒരു ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത് കറണ്ട് ഓപ്പറേറ്റർ ആണോ, വോൾട്ടേജ് ആണോ? ബോത്ത് വോൾട്ടേജ് ആൻഡ് കറണ്ട്, നൺ ഓഫ് ദ എബോ. ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത് ഒരു കറണ്ട് കൺട്രോൾഡ് ഡിവൈസ് ആണ്, അല്ലെങ്കിൽ കറണ്ട് ഓപ്പറേറ്റർ ഡിവൈസ് ആണ്. ഓക്കെ, സോ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ, കറണ്ട് ഓപ്പറേറ്റർ ഡിവൈസ്. ഇൻ ആൻ NPN ട്രാൻസിസ്റ്റർ ഡാഷ് ആർ ദ മൈനോറിറ്റി കാരിയേഴ്സ്. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചേ, ഇവിടെ മെജോറിറ്റി അല്ല ചോദിച്ചേക്കുന്നത്, മൈനോറിറ്റി ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു PNP ട്രാൻസിസ്റ്ററിൽ മെജോറിറ്റി കാരിയേഴ്സ് ഹോൾസ് ആണ്. NPN ട്രാൻസിസ്റ്ററിൽ മെജോറിറ്റി കാരിയേഴ്സ് ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ മൈനോറിറ്റി കാരിയേഴ്സ് ആരായിരിക്കും? ഹോൾസ് ആയിരിക്കും. ഇൻ ആൻ NPN ട്രാൻസിസ്റ്റർ മൈനോറിറ്റി കാരിയേഴ്സ് ആർ ഹോൾസ്. ഓക്കെ, so next question, in a transistor the base current is about dash of emitter current. അപ്പോൾ ബേസ് കറണ്ട് എന്ന് എമിറ്റർ കറണ്ട് എന്ന് പറയുന്നത് ബേസ് കറണ്ട് പ്ലസ് കളക്ടർ കറണ്ട് ആണ്. അത് തന്നെ കളക്ടർ കറണ്ട് എന്ന് പറയുന്നത് നിയർലി ഈക്വൽ ടു ബേസ് കറണ്ട് ആണ്. കളക്ടർ കറണ്ട് എന്ന് പറഞ്ഞാൽ നിയർലി ഈക്വൽ ടു എമിറ്റർ കറണ്ട് ആണ്. ബേസ് കറണ്ട് എന്ന് വളരെ കുറവാണ്. അപ്പോൾ ബേസ് കറണ്ട് എന്ന് പറഞ്ഞാൽ എമിറ്റർ കറണ്ടിന് ഏകദേശം 5%, 5% ഉള്ളൂ, വളരെ കുറവാണ്. അതുകൊണ്ടാണ് നമ്മൾ ചില കേസുകളിൽ പറയാറുണ്ട് എന്താണ്, എമിറ്റർ കറണ്ട് ഈസ് നിയർലി ഈക്വൽ ടു കളക്ടർ കറണ്ട് എന്ന്. കാരണം എന്താണ്, I ഈസ് ഈക്വൽ ടു IB പ്ലസ് IC ആണ് അല്ലേ. ബേസ് കറണ്ടും കളക്ടർ കറണ്ടും ആഡ് ചെയ്യുമ്പോഴാണ് എമിറ്റർ കറണ്ട്. അപ്പോൾ ബേസ് കറണ്ട് വളരെ കുറവാണ്. സോ IE എന്ന് പറയുന്നത് നിയർലി ഈക്വൽ ടു കളക്ടർ കറണ്ട്. ഏകദേശം ഒരു 95% ഓഫ് കളക്ടർ കറണ്ട് എന്ന് പറയുന്നത് എമിറ്റർ ആണ്. സോ അങ്ങനെ പറയാറുണ്ട്. 5% മാത്രമാണ് ബേസ് കറണ്ട് എന്ന് പറയുന്നത്. 5% ഓഫ് എമിറ്റർ കറണ്ട് ആണ് ബേസ് കറണ്ട് എന്ന് പറയുന്നത്. സോ ഇവിടെ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മോസ്റ്റ് ഓഫ് ദ മെജോറിറ്റി കാരിയേഴ്സ് ഫ്രം ദ എമിറ്റർ recombine in the base, recombine in the emitter,
pass through the base region to the collector, none of the above. അപ്പോൾ emitter ആണ് carriersനെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതെന്താണ് പറഞ്ഞത്? ബേസ് വഴി കളക്ടറിലേക്ക് എത്തും. കളക്ടർ ആണ് എല്ലാം കളക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതിന്റെ സൈസ് കൂടുതൽ. So most of the majority carriers from emitter pass through the base region എന്നിട്ട് എങ്ങോട്ടേക്ക് പോകുന്നു? കളക്ടറിലേക്ക് പോകുന്നു. So ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. pass through the base region to the collector. Next question, the value of alpha of a transistor. Alpha എന്ന് പറഞ്ഞാൽ current gain നമ്മൾ കണ്ടു. Current gain the value alpha of a transistor is less than 1 ആണ്. Less than 1 ആണ്. IC by IB, IE by IB gains നമ്മൾ കണ്ടതാണ്. Alpha of a transistor less than 1 ആണ്. Okay, less than 1 ആണ്. 1നേക്കാട്ടിലും ചെറിയൊരു വാല്യൂ ആണ് ആൽഫയുടെ വാല്യൂ എന്ന് പറയുന്നത്. ഒരു ട്രാൻസിസ്റ്ററിന്റെ ഔട്ട്പുട്ട് ഇംപിഡൻസ് എന്ന് പറയുന്നത് the output impedance of a transistor is high ആയിരിക്കും. ഔട്ട്പുട്ട് ഇംപിഡൻസ് ഓഫ് എ കോമൺ ട്രാൻസിസ്റ്റർ, സാധാരണ ഒരു ട്രാൻസിസ്റ്ററിന്റെ ഔട്ട്പുട്ട് ഇംപിഡൻസ് ഹൈയും ഇൻപുട്ട് ഇംപിഡൻസ് ലോയും ആയിരിക്കും. സോ ആൻസർ ഓപ്ഷൻ എ ആണ്, ഹൈ ആണ്. Next, transistors used as power amplifiers are generally mounted on a metallic plate so as to improve their conductivity, provide the additional support to them, radiate the excessive heat developed in them during working, improve their performance. അപ്പം power amplifiers എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈ വോൾട്ടേജിനെ ഡീൽസ് ചെയ്യുന്ന ഡിവൈസസിനെയാണ് നമ്മൾ പവർ ഡിവൈസ്, പവർ എമിറ്റർ, പവർ ആംപ്ലിഫയേഴ്സ് അല്ലെങ്കിൽ എന്താണ് ഹൈ പവർ ഡിവൈസസ് എന്ന് പറയുന്നത് അല്ലേ. അതായത് ഹൈ വോൾട്ടേജിനെയൊക്കെ നമുക്ക് വിത്ത്സ്റ്റാൻഡ് ചെയ്യാനായിട്ട് പറ്റും. ഹൈ വോൾട്ടേജ് ആയതുകൊണ്ട് തന്നെ അവിടെ ജനറേറ്റ് ചെയ്യുന്ന ഹീറ്റ് എന്ന് പറയുന്നത് വളരെയധികം കൂടുതലായിരിക്കും അല്ലേ. സോ അവിടെ നമ്മളൊരു മെറ്റാലിക് പ്ലേറ്റ് മൗണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ആ ഹീറ്റിനെ ഹാൻഡിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തന്നെ ആയിരിക്കും. So transistors used as power amplifiers are generally mounted on metallic plate എന്തിനു വേണ്ടിയിട്ടാണ്? So as to radiate the excessive heat developed in them during working. Okay, അപ്പോൾ പവർ ആംപ്ലിഫയേഴ്സ് നമ്മൾ ആലോചിച്ചാൽ മതി. പവർ എന്ന് പറഞ്ഞാൽ പവർ ആംപ്ലിഫയർ സാധാരണ ആംപ്ലിഫയർ അല്ല അല്ലേ. പവർ ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞാൽ തന്നെ ആ ഡിവൈസ് കമ്പോണൻസ് എല്ലാം തന്നെ ഒരു ഹൈ വാല്യൂ ഓഫ് വോൾട്ടേജ് അല്ലെങ്കിൽ പവറിനെ ഹാൻഡിൽ ചെയ്യുന്നവരാണ്. അതുകൊണ്ട് തന്നെ വോൾട്ടേജ് കൂടുമ്പോൾ എന്താണ് കറണ്ടും കൂടും, അപ്പം ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നതും കൂടുതലായിരിക്കും. സോ നല്ല ഗുഡ് തെർമൽ കണ്ടക്ടേഴ്സ് മെറ്റൽസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അത് എക്സസീവ് ഹീറ്റ് ഡെവലപ്പ് ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് ഒരു മെറ്റാലിക് പ്ലേറ്റ് അവിടെ മൗണ്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ, പവർ ഇലക്ട്രോണിക് സെക്ഷനിലേക്കൊക്കെ നമുക്ക് ഇനി അടുത്തത് പോകാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആലോചിക്കുക. 3 കോൺഫിഗറേഷൻസ് കമ്പാരിസൺ ടേബിൾ മസ്റ്റായിട്ട് ആലോചിക്കുക. അതുപോലെ തന്നെ ആൽഫ, ബീറ്റ, ഗാമ അതിൻ്റെ റേഷ്യോസും അതിൻ്റെ ഏകദേശ വാല്യൂസും അത് ഇക്വേഷൻ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇപ്പോൾ എക്സാമ്പിൾ ബീറ്റ ആണെങ്കിൽ തന്നെ കോമൺ എമിറ്റർ കോൺഫിഗറേഷനിലെ കറണ്ട് ഗെയിൻ ആണ് ബീറ്റ എന്ന് പറയുന്നത്. സോ അത് IC ഡിവൈഡഡ് ബൈ IB ആണ്, കളക്ടർ കറണ്ട് ഡിവൈഡഡ് ബൈ ബേസ് കറണ്ട്. അപ്പോൾ അതിൻ്റെ വാല്യൂ എന്തായിരിക്കും? കളക്ടർ കറണ്ട് വളരെ കൂടുതലും ബേസ് കറണ്ട് വളരെ കുറവുമാണ്. സോ അതുകൊണ്ട് തന്നെ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും അല്ലെ, നല്ലൊരു ഹൈ വാല്യൂ ആയിരിക്കും. ഏകദേശം 50 to 200 റേഞ്ചിലാണ് അതിൻ്റെ വാല്യൂസ് വരുന്നത്. അതേസമയം ആൽഫ എന്ന് പറഞ്ഞാലോ, ആൽഫ എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ യൂണിറ്റി ആയിരിക്കും. ഓക്കെ, സോ ആ വാല്യൂസ് നോക്കി വെക്കുക, ഇക്വേഷൻസ് നോക്കി വെക്കുക, നിങ്ങൾക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് അതിനകത്തുനിന്ന് കിട്ടും. ഓക്കെ, ഇപ്പോൾ കമ്പാരിസൺ ചാർട്ട്, ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻസ്, ഇപ്പോൾ ചെറിയ ചെറിയ പ്രോബ്ലംസ്, അതുപോലെ തന്നെ ട്രാൻസിസ്റ്ററിൻ്റെ 3 കോൺഫിഗറേഷൻസ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് യൂസ് ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്. അടുത്ത ക്ലാസ്സിൽ കാണാം.